അറബ് ലോകത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു സുവർണാവസരമാണ് വേൾഡ് എക്സ്പോയുടെ ആതിഥേയരായി ദുബൈയെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന വാർത്ത. 2020 നടക്കാനിരിക്കുന്ന വേൾഡ് എക്സ്പോയ്ക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടായിരുന്ന തുർക്കി, റഷ്യ, ബ്രസീൽ എന്നിവിടങ്ങളിലെ പ്രമുഖ നഗരങ്ങളെ പിന്നിലാക്കിയാണ് ദുബൈ ഈ അവസരം നേടിയത്. ഒരു വർഷത്തിലധികം നീണ്ട ക്യാമ്പയിനും കാത്തിരിപ്പിനുമൊടുവിൽ ആ സന്തോഷവാർത്ത ദുബൈയെ തേടിയെത്തി. പ്രഖ്യാപനത്തെ ആഘോഷപൂർവ്വമാണ് ദുബൈ ജനത സ്വാഗതം ചെയ്തത്. എക്സ്പോ വരുന്നത് വളരെ സന്തോഷത്തോടെയാണ്, നമ്മൾ പ്രതീക്ഷയോടെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ കുറേ അധികം തൊഴിലവസരങ്ങളൊക്കെ വരുന്നുള്ള നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ്. പാരീസിൽ ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ 47% വോട്ട് നേടി പ്രതീക്ഷ ഉയർത്തിയിരുന്നു. ആദ്യ റൗണ്ടിൽ ബ്രസീലിന്റെ സാവോപോളും രണ്ടാം റൗണ്ടിൽ തുർക്കിയുടെ ഇസ്മിറും പുറത്തായി. അവസാന റൗണ്ടിൽ റഷ്യയുടെ ഇക്കാറ്റിൻബർഗും പുറത്തായതോടെ ദുബൈയുടെ വിജയം ഉറപ്പിച്ചു. 6 മാസം നീണ്ടുനിൽക്കുന്ന ബിസിനസ് എക്സ്പോയാണ് വേൾഡ് എക്സ്പോ. 2020 ഒക്ടോബർ 20 മുതൽ 2021 ഏപ്രിൽ 10 വരെയാണ് എക്സ്പോ നടക്കുക. ദുബൈയുടെയും UAEയുടെയും വികസന കുതിപ്പിന് ഇത് ഇരട്ടി ഊർജം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എക്സ്പോ 2020ക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം ദുബൈക്ക് ലഭിച്ചതോടെ ദുബൈയുടെ വികസന ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. UAEയിലെ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വലിയൊരു സമൂഹം ആഹ്ലാദത്തിമിർപ്പിലാണ്. ഈ സന്തോഷത്തിൽ മീഡിയ വണ്ണും പങ്കുചേരുന്നു. ദുബൈയിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ വൺ.